ഇന്ന് ഞാൻ ആദ്യമായിട്ട് കേബിൾ കാറിൽ കയറാൻ വേണ്ടി പോവാണ്. രാജഗിറായപ്പോൾ ഞാനുള്ളത്. ഭയങ്കര സന്തോഷമാണ്. ഞാൻ എക്സൈറ്റഡ് ആട്ടോ. ആദ്യമായിട്ട് എങ്ങനെയാണ് കേബിൾ കാറിൽ കയറുന്നത്. കാരണം ഞാൻ ഇതുവരെ കേബിൾ കാറിൽ കയറിയിട്ടില്ല. ആദ്യമായിട്ട് കയറാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അതിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേബിൾ കാർ കാണുന്നത്. അത് മാത്രമല്ല ഇതിന് ഭയങ്കര ഒച്ചയാണ്. ചെവിൻ്റെ സൗകര്യം പോകുന്ന തരത്തിലുള്ള ഒച്ചപ്പാടും ബഹളമാണ്. പക്ഷെ അടുത്ത് കാണാൻ വേണ്ടി പറ്റി. ഇത് സ്റ്റോപ്പാവില്ല കേട്ടോ. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അപ്പുറത്ത് ഓരോ വ്യക്തികൾക്ക് പോകാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കേബിൾ കാറും ഉണ്ട്. പക്ഷേ ഇത് ഞാൻ കയറാൻ വേണ്ടി പോകുന്നത് ഈ ഗ്ലാസ് ഇട്ടതിനകത്താണ്. അതായത് ഇതിനകത്ത് നമുക്ക് കുറേ പേർക്ക് കയറാൻ വേണ്ടി പറ്റും. കുറേ പേരെന്ന് പറയുമ്പോഴത്തേക്കും 2 സെറ്റായിട്ടാണ് സീറ്റ് ഉള്ളത്. ഒരു ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കാൻ വേണ്ടി പറ്റുന്ന പോലെ. അപ്പം 3 പേര് അല്ലെങ്കിൽ 4 പേര് ഒരു സൈഡിൽ, ഇപ്പുറത്ത് 3 പേര് അല്ലെങ്കിൽ 4 പേര് ഇരിക്കണം. അതായത് വെയിറ്റ് ബാലൻസ് ചെയ്തിരിക്കണം. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കയറി പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളതിൻ്റെ മണ്ടയ്ക്കെത്തി. പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്തു. 120 രൂപയായത്. 120 രൂപയ്ക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടെ ഉള്ള ടിക്കറ്റാണ് നമുക്ക് കിട്ടുക ആ കേബിൾ കാറിൽ. അതിൻ്റെ അപ്പുറത്തൂടെ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് കയറി പോവാം. പക്ഷേ ഇതിൻ്റെ മണ്ടയ്ക്ക് എത്തിയിട്ട് നമ്മൾ താഴോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ വേറൊരു ഫീലാണ്. നല്ല നല്ല എനിക്കിഷ്ടമായി ഭയങ്കരമായിട്ട്. ഒരിക്കലും വിചാരിക്കാത്തൊരു എക്സ്പീരിയൻസ്. പിന്നെ ചെവി അടയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ചെവി അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഹെഡ്ഫോണൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെവി അടയുക, ചെവി വേദനയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചെറുതായിട്ട് ചെവി അടയും. പിന്നെ വണ്ടി നിൽക്കില്ലാത്തതുകൊണ്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ ചിലപ്പോൾ പേടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മണ്ടയിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ടേക്ക് വീഴുമോ എന്നുള്ള പേടി ഉണ്ടാവും. പക്ഷെ നമ്മൾ വീഴില്ലല്ലോ, കാരണം നമ്മൾ ചില്ലുള്ളതിനകത്തല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ വീഴില്ല. മറ്റേതിനകത്താകുമ്പോൾ കുറച്ചും കൂടെ പേടി ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റ് കൂടുമെന്ന് എനിക്ക് തോന്നണത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് കയറാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ നമുക്ക് തുറന്നു തരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി അവിടെ ഇരിക്കുക. ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മാറിക്കൊടുക്കണം. അത് നിൽക്കില്ലാത്തതുകൊണ്ട് അടുത്ത ആൾക്കും ഇറങ്ങണ്ടേ അല്ലേ. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ മാറിക്കൊടുത്താലേ അടുത്ത ആൾക്ക് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റത്തുള്ളൂ. മൊത്തത്തിൽ ഒരോളം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചൂടൊന്നുമില്ല. ഈ പറയുന്ന വെയിലത്താണ് പോകുന്നതെങ്കിലും മലേൻ്റെ മണ്ട ആയതുകൊണ്ടും നിറയെ ഫോറസ്റ്റ് ആയതുകൊണ്ടും നമുക്കത്ര വലിയ ചൂട് തോന്നത്തില്ല. തണുപ്പ് തന്നെയാണ്. ഞാനിത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ചേട്ടന്മാർക്കായിരുന്നു അത്ഭുതം. ഈ കൊച്ചിത് ആദ്യമായിട്ട് കാണുകയാണോ, ഭയങ്കര സന്തോഷമാണ് അതേ കൊച്ചിനെന്ന്. പിന്നെ എൻ്റെ സന്തോഷം എൻ്റെ മൊത്തം കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. ഒന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ടും. ശരിക്കും ഞങ്ങൾ ഈ കേബിൾ കാറിൽ കയറിയത് ഇതിൻ്റെ മണ്ടയിൽ അറ്റത്ത് ഒരു മൊണാസ്ട്രി ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പോയത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ആ മൊണാസ്ട്രി, ഞാൻ ആദ്യമായിട്ട് മൊണാസ്ട്രിയിൽ പോകുന്നത്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. എപ്പോഴേലൊക്കെ പറ്റുവാണെങ്കിൽ, എവിടെയെങ്കിലും നിന്നൊക്കെ സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ പോയി കാണണം കേട്ടോ. നല്ല രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. അറിയില്ല, എൻ്റെ ടേസ്റ്റ് അല്ലല്ലോ എല്ലാവർക്കും. നോക്കി എങ്ങനെയുണ്ട് എന്ന്. പറ്റുവാണെങ്കിൽ കയറി നോക്കണേ. എപ്പോഴേലും പറ്റുവാണെങ്കിൽ പോവാ. ബൈ, ടാറ്റാ. നാളെ കാണാം.